ഹായ് ദയർ, വെൽക്കം ടു നിഷ എജു ഹബ്. ടുഡേ നമ്മളുടെ സെക്ഷൻ എന്ന് പറയുന്നത് ടിപ്സ് ടു സോൾവ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് പേപ്പർ 1 വളരെ ഹൈലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കോറിംഗ് യൂണിറ്റ് ആണ്. നമ്മൾ കൂടുതലായിട്ടും ഒരു സ്മാർട്ട് സ്ട്രാറ്റജീസ് ഒക്കെ ഫോളോ ചെയ്യുമ്പോഴാണ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് നമ്മൾ ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന പോർഷനൊക്കെ കൃത്യമായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഏതൊക്കെ രീതിയിൽ അത് സോൾവ് ചെയ്തെടുക്കണം എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ ഒരു പോർഷനിൽ നിന്ന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പം എന്താണ്, നമ്മൾ പാസേജസ് ഒക്കെ വായിച്ച് പാസേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ, ഒരു 5 or 6 ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. ആ ക്വസ്റ്റ്യൻസിന് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, സിസ്റ്റമാറ്റിക്കായിട്ട് ആൻസർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഭാഗത്തു നിന്നുള്ള മാർക്ക് സ്കോർ ചെയ്യാം. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇടയ്ക്കൊക്കെ കണ്ടുവരുന്ന എക്സാമുകൾക്കെന്ന് പറഞ്ഞാൽ അധികം ടഫായിട്ടുള്ള പാസേജുകളൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല. നമ്മൾക്ക് 1-2 പ്രാവശ്യമൊക്കെ വായിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആൻസേഴ്സിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള പാസേജസ് ഒക്കെ ആയിരുന്നു. ഇനിയപ്പം എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കോംപ്രിഹെൻഷൻ ഒന്ന് സോൾവ് ആക്കാൻ പറ്റും, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കൃത്യമായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഹൈലി ഇമ്പോർട്ടൻ്റ് ആൻഡ് സ്കോറിംഗ് യൂണിറ്റ് ആണ്. By dedicating 10 to 15 minutes daily to practicing PYQs from this unit, you can significantly enhance your understanding and boost your chances of scoring well in the exam. നമ്മൾ വേറെ ടോപ്പിക്സുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു 10-15 മിനിറ്റ് ഒക്കെ നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വെച്ചൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് അത് ഏതൊക്കെ രീതിയിൽ ബൂസ്റ്റപ്പ് ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ലെവൽ നമ്മൾക്ക് അപ്പാക്കാനായിട്ട് സാധിക്കും. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും അതുപോലെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനുള്ള ഒരു ചാൻസസ് നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ് ഈസ് ദ കീ ടു സക്സസ്. അത് ഈ ഒരു കോംപ്രിഹെൻഷൻ്റെ കാര്യം മാത്രമല്ല, ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് വിജയം ഉറപ്പായിരിക്കും അല്ലേ. ഇറ്റ്സ് എ കീ ടു സക്സസ് ആണ് കൺസിസ്റ്റൻറ്റ് പ്രാക്ടീസ്. Comprehension judge the capability and ability of understanding the passage, power of analyzing the problem in proper perspective, and the ability of presenting answers systematically. എന്തുകൊണ്ട് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് അതിൽ ഉൾപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പാസേജ് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ്, നമ്മളുടെ ഒരു കേപ്പബിലിറ്റിയും എബിലിറ്റിയും ഒക്കെ ജഡ്ജ് ചെയ്യണം. അതുപോലെ പ്രോപ്പർ പെർസ്പെക്റ്റീവ്സിൽ കൃത്യമായിട്ടുള്ളൊരു രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഒരു പെർസെപ്ഷനോടുകൂടി ആ കൊടുത്തിരിക്കുന്ന പ്രോബ്ലം ഉദ്ദേശിക്കുന്നത്, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അനലൈസ് ചെയ്യാനും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാനുമുള്ള കഴിവാണ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നും എന്താണ് നമ്മളെക്കുറിച്ച് ഓരോ ആസ്പിറൻസിൽ നിന്നും ജഡ്ജ് ചെയ്യുന്ന, എക്സാം നടത്തുന്നവർ. ഇപ്പോൾ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് പേപ്പർ 1 മാത്രമല്ല, നമ്മൾ UPSCയിൽ ചോദിച്ചിട്ടുണ്ട്. UPSCയിലെ CSATലൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് കോംപ്രിഹെൻഷനാണ്, മിക്ക ക്വസ്റ്റ്യൻസും കോംപ്രിഹെൻഷൻസ് ആണ്. പിന്നെ അതുപോലെ നമ്മൾ മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്കൊക്കെ ഉണ്ട്. ഇപ്പം മാനേജ്മെൻറ്റ് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ധാരാളം കേസ് സ്റ്റഡീസ് ഒക്കെ ചെയ്യാനായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പബ്ലിക് എക്സാമിനാണെങ്കിലും നമ്മളുടെ ഒരു ഭാഗം തന്നെയാണ് കേസ് സ്റ്റഡീസ് അല്ലേ. അപ്പം പാസേജസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പ്രോബ്ലം അനലൈസ് ചെയ്യുക, പിന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇതൊക്കെ ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് തന്നെ, ഒരു യൂണിറ്റ് തന്നെ. ഇനി എന്തൊക്കെയാണ് അവിടുത്തെ ടിപ്സ് എന്ന് നോക്കിക്കേ. Questions are to be answered on the basis of the information provided in the passage, and you are not expected to rely on outside knowledge of a particular topic. ഒരു പാസേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ പാസേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട്, ആ പാസേജിൽ എന്തൊക്കെ ഇൻഫോർമേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആ ഇൻഫോർമേഷൻ മാത്രം വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ടത്. ആ ടോപ്പിക്കിന് പുറമേൽ നിന്നും, ആ പർട്ടിക്കുലർ ടോപ്പിക്കിന് ഔട്ട്സൈഡ് ആയിട്ടുള്ള നോളജ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യരുത്. അതിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്ത് പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത്, പാസേജിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് മാത്രം നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഇപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾക്ക് എക്സ്ട്രാ നോളജ് അറിയാം, അല്ലെങ്കിൽ എക്സ്ട്രാ നമുക്ക് ഈ പാസേജിൽ പറയാത്ത കാര്യങ്ങളെക്കുറിച്ച് അറിയാം. പക്ഷെ അതൊന്നും നമ്മൾ ആലോചിച്ച് ഓവർ തിങ്ക് ചെയ്ത് അതിൽ ഡിപ്പെൻഡ് ചെയ്യാനൊന്നും പോകരുത്. എന്താണോ പാസേജിൽ കൊടുത്തിരിക്കുന്ന ഇൻഫോർമേഷൻ, ആ ഇൻഫോർമേഷനെ ബേസ് ചെയ്ത് മാത്രം നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പ്, മെയിൻ ആയിട്ടുള്ള കാര്യം. സെക്കൻഡ് വൺ എന്ന് പറയുമ്പോൾ, യുവർ ഓൺ വ്യൂസ് അല്ലെങ്കിൽ ഓർ ഒപ്പീനിയൻസ് മേ സംടൈംസ് കോൺഫ്ലിക്റ്റ് വിത്ത് ദ വ്യൂസ് എക്സ്പ്രസ്ഡ് ഓർ ദ ഇൻഫോർമേഷൻ പ്രൊവൈഡഡ് ഇൻ ദ പാസേജ്. ഇപ്പോൾ ചിലതിൽ നമ്മൾക്ക് പാസേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ആയിരിക്കും. നമ്മളുടേതായിട്ടുള്ള വ്യൂസ് അല്ലെങ്കിൽ
ഒപ്പീനിയൻസ് ഒന്നും തന്നെ പാസേജിൽ പറഞ്ഞിരിക്കുന്ന വ്യൂസുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാൻ പോകാതിരിക്കുക. അത് രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്ന രണ്ടും കൂടി ഒരു ക്ലാഷ് ആകും. മനസ്സിലായോ? അപ്പം പാസേജിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ ഇൻഫോർമേഷൻ മാത്രം ഡിപ്പെൻഡ് ചെയ്യുക. നമ്മൾക്ക് എന്തെങ്കിലും ആയിട്ടുള്ള അഭിപ്രായങ്ങളോ വ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ കോംപ്രിഹെൻഷൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതൊക്കെ കൊണ്ടുവന്ന് അവിടെ ചെന്ന് ആലോചിക്കാത്തതാണ് നല്ലത്. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്താ പറഞ്ഞേക്കുന്നത്? യു ഷുഡ് അനലൈസ് ഈച്ച് പാസേജ് കെയർഫുള്ളി ബിഫോർ ആൻസറിങ് ദ അക്കമ്പനിങ് ക്വസ്റ്റ്യൻസ്. ഒരു പ്രാവശ്യം വായിച്ചിട്ട് നമ്മൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ രണ്ടാമത്തെ ഒരു പ്രാവശ്യവും കൂടി മനസ്സിലാക്കുക. ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള പാസേജുകളൊന്നും നമ്മളെ 1-2 പാരഗ്രാഫ്സിൽ ഒതുങ്ങുന്ന പാസേജ് ആയിരിക്കും മിക്കവാറും ചോദിക്കുന്നത് UGC നെറ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഓരോ ടൈപ്പ് ഓഫ് എക്സാമുകൾ നമ്മൾക്കറിയില്ല. ഇപ്പം ഞാനൊക്കെ എക്സാം എഴുതിയ സമയത്ത് കോംപ്രിഹെൻഷനൊക്കെ വളരെ എളുപ്പമായിരുന്നു. 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്തിരുന്നു. അതാണ് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കീ ടു സക്സസ്. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക, എങ്കിലും നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല. അത് ആദ്യമായിട്ട് ചെന്ന് എക്സാമിൻ്റെ സമയത്ത് പോയി പാസേജ് വായിച്ച് നമുക്ക് പെട്ടെന്നൊന്നും ആൻസർ ചെയ്യാൻ പറ്റുമെന്നില്ല. പല രീതിയിലുള്ള പാസേജുകളൊക്കെ വായിച്ച് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഒരു 10-15 മിനിറ്റൊക്കെ ഡെയിലി എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു വൊക്കാബുലറി ഒക്കെ നമുക്ക് ഡെവലപ്പ് ആക്കാനൊക്കെ പറ്റും. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് പാസേജ് നല്ല രീതിയിൽ അനലൈസ് ചെയ്യുക ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുമ്പ്. റീഡ് ഈച്ച് ക്വസ്റ്റ്യൻ കെയർഫുള്ളി ആൻഡ് ബി സർട്ടൺ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് എക്സാക്ട്ലി വാട്ട് ഈസ് ബീങ് ആസ്ക്ഡ്. പാസേജ് കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻസും കൃത്യമായിട്ട് വായിക്കുക. ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റായിട്ടുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കിയെങ്കിൽ നമ്മളുടെ ആൻസറും തെറ്റിപ്പോകും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും കെയർഫുള്ളായിട്ട് വായിക്കുക. എന്താണോ അതിൽ കൃത്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കുക. ഓൾവേസ് റീഡ് ഓൾ ദ ആൻസർ ചോയ്സസ് ബിഫോർ സെലക്ടിങ് ദ ബെസ്റ്റ് ആൻസർ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ടൈപ്പ് ഓഫ് ഓപ്ഷൻസ്, ഒരു ക്വസ്റ്റ്യനകത്ത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് തോന്നും അതെല്ലാം തന്നെ അതിന് ഉത്തരവായിട്ട് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല, തന്നിരിക്കുന്നതിനകത്തെ ബെസ്റ്റ് ആൻസർ സെലക്ട് ചെയ്യാനാണ് നമുക്ക് പ്രയാസം. അപ്പം ഒരു ചോയ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ എല്ലാ ആൻസറിൻ്റെ ഓപ്ഷൻസും ആൻസർ ചോയ്സസും കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. അപ്പം നമുക്ക് എങ്ങനെ പോയാലും കൺഫ്യൂഷൻ വരുന്ന തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് വായിക്കുമ്പോഴും തോന്നും 4 ഓപ്ഷൻസും കറക്റ്റ് ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യണം. അതുകൊണ്ടാണ് ആദ്യത്തെ മുന്നേ 2 പറഞ്ഞത് പാസേജ് കൃത്യമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യണം, ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കണം. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസർ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ദ ബെസ്റ്റ് ആൻസർ ഈസ് ദ വൺ ദാറ്റ് മോസ്റ്റ് ആക്യുറേറ്റ്ലി ആൻഡ് കംപ്ലീറ്റ്ലി ആൻസേഴ്സ് ദ ക്വസ്റ്റ്യൻസ് ബീയിങ് പോസ്റ്റ്. ഇതിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ആൻസർ വരുന്ന രീതിയിലുള്ളൊരു ഓപ്ഷൻ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കേട്ടോ. ഒരു പകുതിക്ക് വെച്ചിട്ടുള്ള പകുതി കറക്റ്റ് അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും സെലക്ട് ചെയ്യരുത്. കൃത്യമായി വളരെ ആക്യുറേറ്റ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ കംപ്ലീറ്റ് ആയിട്ട് ആൻസർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ അതിലുണ്ടായിരിക്കും. ആ ഓപ്ഷൻ വേണം നമ്മൾ സെലക്ട് ചെയ്യണം. അതാണ് നമ്മളുടെ ബെസ്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ ബി കെയർഫുൾ ഓൾസോ നോട്ട് ടു ബി മിസ്ലീഡ് ബൈ ആൻസർ ചോയ്സസ് ദാറ്റ് ആർ ഓൺലി പാർഷ്യലി ട്രൂ ഓർ ഓൺലി പാർഷ്യലി സാറ്റിസ്ഫൈ ദ പ്രോബ്ലം പോസ്റ്റ് ഇൻ ദ ക്വസ്റ്റ്യൻ. അതാണ് കുറച്ച് മുന്നേ പറഞ്ഞത്. ആൻസർ ചോയ്സസ് എപ്പോഴും നമ്മളെ മിസ്ലീഡ് ചെയ്യും. തന്നിരിക്കുന്ന ഓപ്ഷൻസ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാം അതിന് കറക്റ്റായിട്ട് വരുമെന്ന്. ഇല്ല, അത്തരത്തിൽ ആൻസർ ചോയ്സസ് നമ്മൾ മിസ്ലീഡ് ആകരുത്. കാരണം ചിലത് പകുതി കറക്റ്റായിരിക്കും, ചിലതെന്ന് പറഞ്ഞാൽ ആ ക്വസ്റ്റ്യനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ എന്താണോ ക്വസ്റ്റ്യൻ അതിൽ പകുതി പാർഷ്യലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലെങ്കിൽ പാർഷ്യലി ട്രൂ ആയിരിക്കും. അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഒന്നും സെലക്ട് ചെയ്യരുത്. ആ ഒരു ക്വസ്റ്റ്യൻസിൽ കംപ്ലീറ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള ഓപ്ഷൻ വേണം സെലക്ട് ചെയ്യാൻ. അപ്പോൾ നമുക്കിനി വരുന്ന ക്ലാസ്സസിലൊക്കെ റീഡിങ് കോംപ്രിഹെൻഷൻ്റെ PYQs ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ, ആ ഒരു ട്രിക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത്രയും കാര്യങ്ങൾ കോംപ്രിഹെൻഷൻ്റെ കേസിൽ മൈൻഡിൽ വെക്കുക. പിന്നെ വരുന്ന ക്ലാസ്സസിൽ നമുക്ക് PYQs ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി നമ്മൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. താങ്ക്